പാക് ഭീകരതയ്ക്കെതിരെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ മിഷൻ വളരെ വിജയകരമായി ആണ് അവസാനിച്ചത്. ഭീകരന്മാർക്ക് നല്ല ചുട്ട മറുപടി തന്നെ നൽകുകയും ചെയ്തു. ഇപ്പോഴിതാ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഘർഷ സമയത്ത് ഒരു കൊച്ചുമിടുക്കന്റെ പ്രവർത്തനങ്ങളെ സൈന്യം ആദരിക്കുകയാണ്. 10 വയസ്സുകാരൻ ശ്രാവൺ സിംഗിനെ ഓപ്പറേഷൻ സിന്ദൂറിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിവിൽ പോരാളി എന്നാണ് സൈന്യം വിശേഷിപ്പിച്ചിരുന്നത്. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ മാംധോത്ത് ഗ്രാമവാസിയായ ശ്രാവൺ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി തന്റെ വീടിന് സമീപം വിന്യസിച്ചിരുന്ന സൈനികർക്ക് എല്ലാ സഹായവും നൽകുന്ന തിരക്കിലായിരുന്നു ആ ദിവസങ്ങളിൽ. അതിർത്തി പ്രക്ഷുബ്ധമായ സമയത്ത് സൈനികർക്ക് വെള്ളവും ചായയും പാലും ലസ്സിയും ഐസും ഒക്കെ എത്തിച്ചു നൽകി അവർക്ക് ആശ്വാസവും പിന്തുണയും നൽകി ഈ 10 വയസ്സുകാരൻ. സൈന്യത്തിന് നൽകിയ സഹായത്തിനും പിന്തുണയ്ക്കുമുള്ള നന്ദി സൂചകമായി 7ാം ഇൻഫൻട്രി ഡിവിഷനിലെ മേജർ ജനറൽ രഞ്ജിത് സിംഗ് മൻറാലിന്റെ നേതൃത്വത്തിൽ ശ്രാവണിനെ സൈന്യം ആദരിക്കുകയും ചെയ്തു. അവന് സൈന്യത്തിന്റെ പ്രത്യേക ഉപഹാരവും സമ്മാനിക്കുകയും ചെയ്തു. ശ്രാവണിന്റെ പിതാവ് സോന സിംഗും മകനൊപ്പം അനുമോദന ചടങ്ങിനായി എത്തി. സൈനികർ തങ്ങളുടെ നാട്ടിലെത്തിയ ആദ്യ ദിവസം മുതൽ അവർക്ക് സഹായവുമായി മകൻ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾ ആരും അവനെ തടഞ്ഞില്ല. കാരണം സൈനികരെ സഹായിക്കുന്നത് സന്തോഷമാണ്. എപ്പോഴും അവൻ സൈനികരുടെ അടുത്ത് പോകുമായിരുന്നു. അവർക്ക് പാലും ലസ്സിയും വെള്ളവും ഐസും ഒക്കെ കൊണ്ടുപോയിരുന്നു. അത് ഞങ്ങൾക്കും അഭിമാനമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഒരു സൈനികനായി മാറണമെന്നാണ് അവനിപ്പോൾ സ്വപ്നം കാണുന്നത്, അച്ഛൻ പറഞ്ഞു. വലുതാകുമ്പോൾ സൈന്യത്തിൽ ചേർന്ന് രാജ്യത്തെ സേവിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ശ്രാവണും പറഞ്ഞു. സൈനികർ എനിക്ക് സമ്മാനം നൽകി, പ്രത്യേക ഭക്ഷണമൊരുക്കി, ഐസ്ക്രീമും നൽകി. തനിക്കേറെ സന്തോഷമുണ്ടെന്നും ശ്രാവൺ വ്യക്തമാക്കി. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കില്ലെന്നും അത് തുടരുമെന്നും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ BSF IG ശശാങ്ക് ആനന്ദാണ് ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്നും അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റവും മറ്റു പ്രകോപനങ്ങളും ഉണ്ടാകുമെന്ന് വിവരങ്ങളുണ്ടെന്നും BSF പറഞ്ഞു. ഇക്കാരണത്താലാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായും നിർത്തലാക്കാത്തത്. അതിർത്തികളിൽ കൃത്യമായ നിരീക്ഷണവും സുരക്ഷയും ഇപ്പോഴും തുടരുകയാണ്. ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സൈന്യം തയ്യാറല്ല എന്നും ശശാങ്ക് ആനന്ദ് കൂട്ടിച്ചേർത്തു. ദൗത്യത്തിന്റെ സമയത്ത് ഫോർവേഡ് പോസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മാതൃകാപരമായ ധൈര്യം കാഴ്ചവെച്ച വനിതാ സൈനികരെയും അദ്ദേഹം ആദരിക്കുകയും ചെയ്തു. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയ സൈന്യം എന്തിനും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ BSF IG ശശാങ്ക് ആനന്ദാണ് ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്.